ൂരിൽ യുവതി ജീവനൊടുക്കിയ സംഭവം ആൾക്കൂട്ട വിചാരണ ജീവനൊടുക്കിയ സംഭവത്തിലെ വിവാദത്തിൽ SDPIക്കെതിരെ ആരോപണം പോലീസ് SDPI കൊടുക്കുന്നു എന്ന് ആരോപിച്ചപ്പോൾ SDPI പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുകയാണ്. SDPIയുടെ ശക്തമായ പ്രതിഷേധമാണ്. മാധ്യമങ്ങൾക്കെതിരെ കൂടി SDPI രംഗത്ത് വന്നിരിക്കുകയാണ്. ബോധപൂർവമായി കെട്ടിച്ചമച്ച നീക്കമാണെന്നാണ് CPM പോലീസും ചേർന്ന് നടത്തുന്ന ആരോപണത്തിൽ മാധ്യമങ്ങളും വീണുപോയെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ആണ് SDPIയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വലിയ പ്രതിഷേധം പോലീസ് സ്റ്റേഷനിലേക്ക് SDPI നടത്തുകയാണ്. KV ബൈജു ഉണ്ട്. ബൈജു, എന്താണ് അവിടെ സംഭവിക്കുന്നത്? വലിയ പ്രൊട്ടസ്റ്റാണോ SDPI ലക്ഷ്യമിടുന്നത്? സൈറ്റ് തീർച്ചയായും ഈ കാര്യത്തിൽ പോലീസിനെതിരെയും അതുപോലെ തന്നെ CPMനെതിരെയും ഒപ്പം മാധ്യമ പ്രവർത്തകർക്കെതിരെയുമാണ് മുദ്രാവാക്യം വിളികൾ. ഏതായാലും 100ഓളം പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ മാർച്ചുമായി എത്തിയിരിക്കുന്നത്. ഒരു 200 മീറ്റർ മാറി ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് ഇപ്പോൾ മാർച്ച് തടഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസിനെതിരെ SDPI രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ കള്ളക്കേസ് എടുക്കുകയാണ്, പ്രവർത്തകർക്കെതിരെ കള്ളക്കേസ് എടുക്കുകയെന്നാണ് പ്രധാനമായി ഇവർ ആരോപിക്കുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ പേർ SDPI പ്രവർത്തകർ പ്രതികളായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മാർച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു 100 മീറ്റർ മാറി പോലീസ് തടയുന്ന സാഹചര്യമാണുള്ളത്. നിരവധി പോലീസുകാർ ഉണ്ട്. ഇതിനിടയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മൊഴി ഇപ്പോൾ ഇതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ പിണറായി പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നതാണ് ഈ കേസിന്റെ ഗൗരവം ഏറ്റവും വർദ്ധിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇയാൾ പറയുന്നത്, റഹീസ് പറയുന്നത്, ഈ യുവതിയുമായി ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാടുകൾ ഒന്നും തന്നെ ഇല്ല എന്നൊരു മൊഴി ഇപ്പോൾ റഹീസ് പോലീസിന് മുന്നിൽ നൽകിയിരിക്കുന്നു. അതോടൊപ്പം 3 വർഷത്തിലേറെയായി യുവതിയെ പരിചയമുണ്ടെന്നും പറയുന്നു. എന്നാലും മൊഴി രേഖപ്പെടുത്തൽ പുരോഗമിക്കുന്നു. ഇതിൽ ഇനി ഏറ്റവും പ്രധാനം ഏതെങ്കിലും തരത്തിൽ റഹീസ് ഇതിൽ പരാതി നൽകുമോ എന്നതാണ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ദുരനുഭവം നേരിട്ടത് റഹീസിനാണ്. അങ്ങനെയാണെങ്കിൽ റഹീസ് ഇതിൽ പരാതി നൽകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. റഹീസിന്റെ പരാതി വരികയാണെങ്കിൽ ഇതിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണിപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അതിൽ കൂടുതൽ വകുപ്പുകൾ ഇതിൽ ചുമത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഇനി ഏറ്റവും പ്രധാനം റഹീസിന്റെ മൊഴി തന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഉപദ്രവം ഇയാൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, അത്തരം കാര്യങ്ങളിലാണ് ഇനി പ്രധാനമായും അറിയേണ്ടത്. എന്തായാലും ഈ യുവതിയുമായി 3 വർഷത്തിലേറെ പരിചയമുണ്ടെന്നും ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒന്നും നടന്നിട്ടില്ല എന്നും ഒരു മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ മൊഴിയെടുക്കൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രധാനമായും അറിയേണ്ടത് ഈ റഹീസ് ഇതിൽ പരാതി നൽകുമോ എന്നതാണ്. അതനുസരിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. ഒരു പക്ഷേ റഹീസിന്റെ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിലും രേഖപ്പെടുത്താൻ പോലീസ് ആലോചിക്കുന്നുണ്ട്. ഈ മൊഴിയെടുക്കൽ പൂർത്തിയായതിനു ശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികളിലൊക്കെ പോലീസ് കടക്കുക. ഏതൊക്കെ ആളുകളെ ഇതിൽ ചോദ്യം ചെയ്യുന്നത്, അത്തരം കാര്യങ്ങളിലൊക്കെ കടക്കാനുണ്ട് പോലീസിന്. ഒപ്പം ഈ യുവതിയുടെയും അതുപോലെ തന്നെ റഹീസിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഏതായാലും ഈ മൊഴിയെടുക്കൽ വളരെ നിർണായകമാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ SDPI പ്രവർത്തകരുടെ പിണറായി പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ച് 100ഓളം പ്രവർത്തകർ
ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. രൂക്ഷമായ വിമർശനം CPM-നെതിരെ ഈ മാർച്ചിൽ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിനെതിരെയും പോലീസിനെതിരെ വലിയ തോതിലുള്ള വിമർശനവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വലിയ പ്രതിരോധത്തിലായിരിക്കുന്നു SDPI. കഴിഞ്ഞ ദിവസമാണ് ഇത് തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇതിൽ ഉത്തരവാദികളല്ല എന്ന് സ്ഥാപിക്കാൻ ഒരു ദൃശ്യം SDPI പുറത്തുവിട്ടത്. SDPI ഓഫീസിൽ ഇത്തരത്തിൽ മധ്യസ്ഥ ചർച്ച നടക്കുകയായിരുന്നെന്നാണ് SDPI അവകാശപ്പെട്ടത്. അപ്പോഴും 4 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ പിണറായി പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഇപ്പോൾ SDPI മാർച്ച് നടത്തുന്ന ഈ പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അവിടേക്ക് വിവരമറിയിക്കാതെയോ ഈ റഹീസിന്റെ കയ്യിലുണ്ടായിരുന്ന വസ്തുക്കൾ, ലാപ്ടോപ്പും അതുപോലെ തന്നെ മൊബൈലും ഉൾപ്പെടെ പിടിച്ച് വാങ്ങുന്ന സാഹചര്യം വരെ അവിടെ ഉണ്ടായിരുന്നു. അത്തരം പോലീസിനെ ഏൽപ്പിക്കാതെ ഇപ്പോൾ ഒരു പ്രതിഷേധവുമായി ഇപ്പോൾ SDPI രംഗത്ത് വന്നിരിക്കുന്നു. മാധ്യമങ്ങൾ CPM വിരിച്ച കെടിയിൽ വീണു എന്നാണ് പ്രധാനമായും SDPI പറയുന്നത്. എന്തായാലും SDPIയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരും ഇനി 3 പേർ അറസ്റ്റിലാവാനുണ്ട്. ഇവർ സജീവ SDPI പ്രവർത്തകരാണെന്ന് പോലീസ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുമുണ്ട്. യെസ്, എന്തായാലും SDPI ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലാണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്കെതിരെ കൂടി തിരിഞ്ഞുകൊണ്ടുള്ള SDPIയുടെ നീക്കമുണ്ടാവുന്നത്. പോലീസ് സ്റ്റേഷനിലേക്ക് വലിയ പ്രതിഷേധം അവർ നടത്തുന്നു. അജു, ഒരു കാര്യം കൂടി, ഈ പുറത്തിറങ്ങുന്ന യുവാവ് ഒരു പ്രതികരണം കിട്ടാൻ സാധ്യതയുണ്ടോ? ഈ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് ആ തരത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ടോ? നമ്മൾ കാത്തു നിൽക്കുന്നുണ്ടോ? ബൈജു, നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഇത് വളരെ പ്രധാനമാണ് സൈത്തെ. ഈ യുവാവിന്റെ പ്രതികരണം നമ്മൾ തേടാൻ ശ്രമിക്കുന്നുണ്ട്. മൊഴിയെടുക്കൽ പൂർത്തിയായിട്ടില്ല. ഏകദേശം 8:45 പിണറായി പോലീസ് സ്റ്റേഷനിൽ ഇയാൾ ഹാജരായത്. നിരന്തരം ഇയാളെ വീടുമായി ബന്ധപ്പെട്ടിരുന്നു. ഇയാളെ മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതിനിടയിലാണ് ഇന്ന് രാവിലെ 8:45 പിണറായി പോലീസ് സ്റ്റേഷനിലെത്തിയത്. മൊഴിയെടുക്കൽ പൂർത്തിയായി പുറത്തിറങ്ങിയാൽ ഇയാളുടെ പ്രതികരണം തേടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. ഇന്ന് വളരെ നിർണായക ദിവസമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അവ്യക്തതകൾ, ദുരൂഹതകൾ നിറഞ്ഞ ഒരു സംഭവമാണിത്. മാത്രമല്ല വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം, വലിയ പ്രതിഷേധം പല കോണുകളിലും ഉയർന്ന ഒരു സംഭവം. അതെല്ലാം കൊണ്ട് തന്നെ ഈ റഹീസിന്റെ വാക്കുകൾ അത് വളരെ പ്രധാനമാണ്. അതിന് എന്തായാലും ശ്രമിക്കുന്നുണ്ട്. പിണറായി പോലീസ് സ്റ്റേഷനിലുണ്ട്. ഏതായാലും പുറത്തിറങ്ങിയാൽ റഹീസ് എന്ത് പ്രതികരണം നൽകും? അതിനുമപ്പുറം റഹീസ് പരാതി നൽകുമോ? താൻ 6 മണിക്കൂറോളം ഇത്തരത്തിൽ ഇവരുടെ ഈ വിചാരണ നേരിടേണ്ടി വന്നു. വലിയ തോതിലുള്ള ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. ഇതിനൊക്കെ റഹീസ് പരാതി നൽകുമോ? അങ്ങനെയാണെങ്കിൽ ഇതിൽ കൂടുതൽ വകുപ്പുകൾ വരും. നിലവിൽ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത്. അതിനുമപ്പുറം കൃത്യമായ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്ന സാഹചര്യം വരും. മാത്രമല്ല സദാചാര പോലീസിംഗ് നടന്നിട്ടുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും അതിന് ബലം നൽകുന്ന വകുപ്പുകളൊന്നും നിലവിൽ ചുമത്തിയിട്ടില്ല. അത്തരം വകുപ്പുകൾ ചുമത്തണമെങ്കിൽ അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് കടക്കണമെങ്കിൽ റഹീസിന്റെ മൊഴി നിർണായകമാണ്. അത് തന്നെയാണ് പോലീസും തേടുന്നത്. നമുക്ക് അറിയേണ്ടത് റഹീസ് പരാതി നൽകുമോ അതല്ല റഹീസിന് പരാതിയില്ല എന്ന് പറയുമോ? കാരണം ഏതെങ്കിലും തരത്തിൽ റഹീസിന് ഈ സംഭവവുമായി ഏതെങ്കിലും പരാമർശം, അതായത് റഹീസിനെതിരെ യുവതിയുടെ ആത്മഹത്യക്കുറിപ്പിൽ ഒന്നും തന്നെയില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് റഹീസ് ഇത്രയും നാൾ ഒളിവിൽ പോയെന്ന ഒരു ചോദ്യമുണ്ട്. അതിനൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ മൊഴിയെടുക്കൽ അത് പൂർത്തിയായതിനു ശേഷം റഹീസിന്റെ പ്രതികരണം തേടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം പോലീസിന്റെ ഔദ്യോഗികമായ ഒരു വാർത്താ സമ്മേളനവും പ്രതീക്ഷിക്കുന്നുണ്ട്. സൈത്തെ, യെസ്, എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ ഇന്ന് തുടർ നീക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മറ്റ് സംഘടനകൾ കൂടി ഇക്കാര്യത്തിൽ SDPIക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നുണ്ട്. അതേസമയം പോലീസിനും മാധ്യമങ്ങൾക്കും CPM-നും എതിരെയാണ് SDPIയുടെ പ്രതിഷേധമുണ്ടാകുന്നത്. അവരെ ബോധപൂർവമായി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. പക്ഷേ ആ കുടുംബത്തിൻ്റെ പ്രതികരണമടക്കം, ആ പെൺകുട്ടിയുടെ കുടുംബത്തിൻ്റെ പ്രതികരണമടക്കം SDPIക്ക് എതിരാണ് എന്നതാണ് സാഹചര്യം. ഇന്നലെ ആ പിതാവാണ് ഇത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതികരണം നടത്തിയത്.